ഇന്ന് നമുക്ക് 2003 റിലീസായ മാതൃഭൂമി എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലാണെങ്കിലോ ഒരു പെൺകുട്ടി പോലുമില്ല. എല്ലാം പുരുഷന്മാർ മാത്രമാണ്. കല്യാണം കഴിക്കാൻ പെണ്ണിനെ തിരക്കി കഴിഞ്ഞാലോ ആ ഗ്രാമത്തിൽ പെണ്ണില്ലാതെ അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് പെണ്ണിനെ കൊണ്ടുവരുന്നതും. അങ്ങനെയുള്ള ഗ്രാമത്തിലേക്ക് തന്റെ 5 മക്കൾക്ക് വേണ്ടിയിട്ട് പെണ്ണാലോചിക്കുവാനായിട്ട് ഒരച്ഛൻ പോകുന്നു. അവിടെ വെച്ച് ആ ഒരു പെൺകുട്ടിയെ കണ്ടതും തന്റെ 5 മക്കൾക്കും വേറെ പെണ്ണൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ 5 പേർക്കും വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ തന്നെ കാശ് കൊടുത്ത് വാങ്ങുകയാണ്. ഓരോ മക്കൾക്കും വേണ്ടിയിട്ട് ഓരോ ലക്ഷം രൂപയും ഒരു കന്നുകാലിയും കൊടുത്തിട്ടാണ് അടുത്ത ഗ്രാമത്തിൽ നിന്നും അച്ഛൻ മക്കൾക്ക് വേണ്ടിയിട്ട് പെണ്ണിനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നതും. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം ആ ഒരു പെണ്ണ് അനുഭവിക്കുന്നതോ ഒരു പെണ്ണും ജീവിതത്തിൽ അനുഭവിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പ്രസവ വേദന വന്നിരിക്കുക. അവരെ പ്രസവമെടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ത്രീയും വന്നിട്ടുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആണുങ്ങളെല്ലാം വീടിന് പുറത്തായിട്ട് വെയിറ്റ് ചെയ്യുക. ജനിക്കുന്നത് ആൺകുട്ടിയായിരിക്കും എന്നതായിരുന്നു അവരുടെ പ്രതീക്ഷയും. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതോടുകൂടി എല്ലാവർക്കും വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു. അങ്ങനെ അടുത്ത ദിവസം ആ ജനിച്ച കുഞ്ഞിനെ ഒരു വലിയ പാത്രത്തിൽ നിറയെ പാല് നിറച്ചിട്ട് ആ കുട്ടിയെ അതിനുള്ളിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ആ ഒരു സീൻ അവിടെ കട്ടായി. ആ ഗ്രാമത്തിലുള്ള രാംചരൺ എന്ന ആളിനെയാണ് കാണിക്കുന്നത്. രാംചരണിന് 5 മക്കളാണുള്ളത്. അതിൽ മൂത്ത മകൻ രാംചരണിനോട് തനിക്ക് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പറയും. എന്നാൽ രാംചരൺ പറയുന്നതോ, ഈ ഗ്രാമത്തില് പെൺകുട്ടികളെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ ഞാൻ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്? ഞാനും ഒരുപാട് നോക്കി, പക്ഷേ പെൺകുട്ടികളെ കിട്ടാനില്ല. ഞാൻ എന്ത് ചെയ്യാനാ എന്ന സങ്കടം അച്ഛൻ പറയുന്നു. അവരുടെ ഗ്രാമത്തില് പെൺകുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ കൊന്നുകളയാറുള്ളത് പതിവായതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തില് പെൺകുട്ടികളെ ഇല്ല. അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കുവാനായും പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥയാണ്. രാമചരണാണെങ്കിൽ ആ കാര്യമൊക്കെ തന്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കുവാനായി നോക്കും. പക്ഷെ മകനാണെങ്കിലോ വല്ലാത്ത ദേഷ്യവും. എന്നാൽ അതുവഴി വരുന്ന ബ്രോക്കറിനോട് തന്റെ മകന് വേണ്ടിയിട്ട് പെണ്ണ് നോക്കണമെന്നും പറയുന്നു. പക്ഷെ ബ്രോക്കർ പറയുന്നത്, ഈ നാട്ടില് പെണ്ണ് എവിടെ കിട്ടാനാ? ഒരു 15 വയസ്സായ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് ആലോചിച്ചേനെ. ഇതൊരു 15 വയസ്സായ പെൺകുട്ടി പോട്ടെ, ഒരു വയസ്സായ കിളവി പോലും ഇവിടെയെങ്ങും കാണാനില്ല എന്നും ബ്രോക്കർ പറയുന്നു. എങ്ങനെയെങ്കിലും പെണ്ണിനെ കണ്ടെത്താമെന്നും പറഞ്ഞിട്ടാണ് ബ്രോക്കർ അവിടെ നിന്ന് പോകുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് സ്കൂളിലേക്ക് എത്തുകയാണ് രാംചരന്റെ മൂത്ത മകൻ. മൂത്ത മകനാണെങ്കിൽ സ്കൂളിലെ സാറാണ്. രാംചരന്റെ മകനെ കാണുവാൻ വേണ്ടിയിട്ട് അവന്റെ കൂട്ടുകാരൻ എത്തുകയാണ്. ആ പയ്യന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. അത് പറയുവാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതും. അത് കേട്ട രാംചരന്റെ മൂത്ത മകനാണെങ്കിൽ, നിനക്ക് എവിടുന്ന് പെണ്ണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, അതോ ഈ നാട്ടിൽ പെണ്ണ് കിട്ടാനുണ്ടോ, അതുകൊണ്ട് ഞാൻ അടുത്ത നാട്ടിൽ പോയാ പെണ്ണ് കണ്ടെത്തിയത്. 1 ലക്ഷം രൂപയോളം ചിലവാക്കേണ്ടി വന്നു എന്നും ആ പയ്യൻ പറയുന്നു. അത് കേട്ടതും രാംചരന്റെ മൂത്ത മകന് വല്ലാതെ ദേഷ്യം വരും. ആ ഒരു ദേഷ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മേൽ തീർക്കുകയും ചെയ്തു. ദേഷ്യത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്നതും. അവിടെ അച്ഛനൊപ്പം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രോക്കറിനെ കണ്ടതും ദേഷ്യം വന്ന രാംചരന്റെ മൂത്ത മകനാണെങ്കിൽ അവരെയും വഴക്ക് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നതും. അങ്ങനെ മൂത്ത മകന്റെ കൂട്ടുകാരന്റെ കല്യാണം എത്തി. കല്യാണത്തിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലാരും പോകുന്നുണ്ട്. പെൺകുട്ടിയെ പയ്യൻ കൊണ്ടുവരുന്നത് നാട്ടുകാരെല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നതും. മാത്രവുമല്ല, വിവാഹം കഴിക്കുവാനായി ഇരിക്കുന്ന സമയം തന്നെ ആളുകൾക്കെല്ലാം പെൺകുട്ടിയെ കണ്ട് വല്ലാതെ സംശയം തോന്നുന്നു. കാരണം പെണ്ണിന്റെ ഒരു ചേലും തന്നെ ഇല്ലായിരുന്നു. നീ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ആ ഒരു സത്യം നാട്ടുകാരെല്ലാവരും അറിഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ആണാണ്. ആണ് പെൺവേഷം കെട്ടി വന്നിരിക്കുകയാ. മണ്ഡപത്തിൽ വെച്ചാണ് പയ്യനും ആ കാര്യം അറിഞ്ഞതും. അതോടുകൂടി ആ ഒരു കല്യാണം മുടങ്ങി പോവുകയാണ് ചെയ്തതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു ബ്രോക്കർ. അപ്പോഴവിടെ ഉണ്ടായിരുന്ന അരുവിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയെ കണ്ടതും ബ്രോക്കർ ആണെങ്കിൽ ആ പെൺകുട്ടിയെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് അവളെ ഫോളോ ചെയ്യും. തന്നെ ആരോ ഫോളോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തന്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ബ്രോക്കർ ആണെങ്കിൽ ആ വീട്ടിലേക്ക് എത്തുകയും പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടതും അവൾക്ക് വിവാഹം ആലോചിക്കുകയും ചെയ്തു. രാംചരന്റെ മൂത്ത മകന് വേണ്ടിയിട്ടാണ് വിവാഹം ആലോചിക്കുന്നത്. എന്നാൽ അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഞെട്ടിയിരിക്കുകയാണ്. ബ്രോക്കർ പറയുന്നതോ, നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ അവർ തരും.
1 ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലതല്ലേ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കാതെ പണത്തിന് മോഹിച്ച് ആ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാംചരണും തന്റെ ഇളയ മകനും കൂടി പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. കൂടെ അവരുടെ കയ്യിൽ രാംചരന്റെ മൂത്ത മകന്റെ ഫോട്ടോയുമുണ്ട്. മൂത്ത മകന് എന്തോ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് വരാൻ കഴിയാത്തതും. പെണ്ണ് കാണാനായി എത്തിയ രാംചരനാണെങ്കിൽ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെടുകയും പെൺകുട്ടിക്ക് രാംചരന്റെ മൂത്ത മകനെ ഇഷ്ടമാവുകയും ചെയ്തു. കയ്യിൽ ഫോട്ടോയുണ്ടല്ലോ. അങ്ങനെ വിവാഹം ഉറപ്പിക്കുകയാണ്. 1 ലക്ഷം രൂപയും ഒരു കന്നുകാലിയും കൊടുക്കാമെന്നാണ് രാംചരൺ പറഞ്ഞതും. അതിനവർ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് രാംചരൺ ഒരു കാര്യം ചിന്തിക്കുകയാണ്. എന്തായാലും അവരുടെ ഗ്രാമത്തില് പെൺകുട്ടിയേ ഇല്ല. അടുത്ത ഗ്രാമത്തിൽ നിന്നും പെൺകുട്ടിയെ കിട്ടുന്നത് പാടാ. മൂത്ത മകൻ എങ്ങനെയോ പെണ്ണിനെ കിട്ടി. ബാക്കിയുള്ള 4 മക്കൾക്കും പെണ്ണിനെ കിട്ടാൻ പാടല്ലേ. അതുകൊണ്ട് തന്റെ 5 മക്കൾക്കും ഈ ഒരു പെണ്ണിനെ തന്നെ വിവാഹം ചെയ്തു വെച്ചാൽ എന്തെന്ന് രാംചരൺ ചിന്തിക്കുന്നു. പകരമായിട്ട് 5 ലക്ഷം രൂപയും 5 കന്നുകാലിയും കൊടുക്കാമെന്നും രാംചരണാണെങ്കിൽ ബ്രോക്കറിനോട് പറയുകയാണ്. ബ്രോക്കർ ഈ ഒരു കാര്യം പെൺകുട്ടിയുടെ അച്ഛനോട് സംസാരിക്കും. ആദ്യമൊന്നും അച്ഛന് മനസ്സ് വരില്ലെങ്കിലും 5 ലക്ഷം രൂപയും 5 കന്നുകാലിയും കിട്ടുമെന്ന് പറഞ്ഞതോടുകൂടി അച്ഛന്റെ മനസ്സ് മാറി. വിവാഹത്തിനും സമ്മതിക്കും. അങ്ങനെ 5 പേര് ചേർന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാനായി പോവുകയാ. അങ്ങനെ വിവാഹവും കഴിഞ്ഞു. എല്ലാവരും വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ അന്നേ ദിവസം രാത്രി ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. 5 മക്കളും ചേർന്ന് ആരൊക്കെ ഓരോ ദിവസവും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകണമെന്നൊക്കെ ടൈം ടേബിളും തയ്യാറാക്കുന്നു. എന്നാൽ ഇതെല്ലാം രാംചരൺ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. രാംചരൺ പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആകുവാനായും തുടങ്ങി. രാംചരൺ പറയുന്നത്, എന്റെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. എന്നാലും ഞാൻ ഇന്നും ഒറ്റത്തടിയെ പോലെയാണല്ലോ ജീവിക്കുന്നത്. പക്ഷേ രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് ആരും നിർബന്ധിച്ചതുമില്ല. ഞാനിങ്ങനെ എന്റെ മോഹങ്ങളെല്ലാം അടക്കി പിടിച്ചിങ്ങനെ ജീവിക്കുകയാണെന്ന് പറഞ്ഞിട്ട് രാംചരണാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഇത് കേട്ട ആ 5 മക്കളിൽ മൂത്തവൻ ചോദിക്കുന്നുണ്ട്, അച്ഛനല്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ കൊടുത്ത ആ പെണ്ണിനെ വാങ്ങിയത്? അപ്പോൾ അച്ഛനും ആ ഒരു പെണ്ണിൽ അവകാശമുണ്ടെന്നും മൂത്ത മകൻ പറയുന്നു. ബാക്കിയുള്ള മക്കളും അത് സമ്മതിക്കുകയാണ്. അച്ഛനും അവളുടെ അടുത്തേക്ക് പോകുവാനായിട്ടും മക്കൾ പറഞ്ഞു. അങ്ങനെ ആദ്യ രാത്രി പെൺകുട്ടിക്കടുത്തേക്ക് വന്നത് അവളെ വിവാഹം കഴിച്ച 5 പേരിൽ ഒരാൾ പോലും ആയിരുന്നില്ല. രാംചരൺ തന്നെയായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ തിരിഞ്ഞു കിടക്കുകയായിരുന്നു ആ പെൺകുട്ടി. അവളുടെ അടുത്തേക്ക് രാംചരൺ വന്ന് കിടക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് രാംചരൺ ആണെങ്കിൽ ആ പെൺകുട്ടിയുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ സന്തോഷത്തോടു കൂടിയാണ് പെൺകുട്ടി ഉറക്കമുണരുന്നതും. തന്റെ അടുത്ത് കിടക്കുന്നത് ആരെന്ന് പോലും അവൾ അത്രയും നേരമായിട്ട് അറിഞ്ഞതേയില്ല. എന്നാൽ ഉറക്കമുണർന്നു നോക്കുന്ന സമയത്താണ് രാംചരണിനെ കാണുന്നതും. അത് കണ്ടതും ആ പെൺകുട്ടി തകർന്നു പോകുന്നു. അവളാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവൾക്കിനി ഒന്നും ചെയ്യാനായി കഴിയത്തില്ലല്ലോ. അവളെ വില കൊടുത്ത് വാങ്ങിയതുപോലെയല്ലേ. അന്നു മുതൽ ആ വീട്ടിലെ A to Z കാര്യവും അവളാണ് നോക്കുന്നത്. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ തൊഴുത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നതും. മാത്രവുമല്ല, ആ 5 പേരും ടൈം ടേബിൾ വെച്ചതുപോലെ തന്നെ ഓരോ ദിവസവും രാത്രിയും ഓരോരുത്തരായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. അതെല്ലാം സഹിച്ച് അവൾ കരഞ്ഞുകൊണ്ടാണ് ഓരോ രാത്രിയും ഉറങ്ങുന്നതും. മാത്രവുമല്ല, അവൾക്ക് പാല് കറക്കാനൊന്നും അറിയത്തില്ല. ഇവരാണെങ്കിൽ അവളെ കൊണ്ട് നിർബന്ധിച്ചതും ചെയ്യിക്കുന്നു. അവളാണെങ്കിൽ കഷ്ടപ്പെടുന്നത് കണ്ട് രാംചരന്റെ 5 മക്കളിൽ ഏറ്റവും ഇളയ മകനാണെങ്കിൽ അവളെ വന്ന് സഹായിക്കും. ആ പയ്യനാണെങ്കിൽ അല്പം പാവം പയ്യനാ. മാത്രവുമല്ല, അവളെ വെള്ളം കോരാൻ സഹായിക്കുന്നു. അവൾ ചെയ്യുന്ന ജോലിയിലൊക്കെ അവൻ അവളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് അവനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. അവർ രണ്ടുപേരും ഒരുപാട് സംസാരിക്കുകയും സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ ദിവസവും രാത്രി ഓരോരുത്തർ വരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇളയ പയ്യൻ വരുമ്പോൾ മാത്രമാണ് അവൾക്ക് കുറച്ച് സന്തോഷമൊക്കെ കിട്ടിയിരുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ളത് ബാക്കി 4 പേരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ 4 പേരും പ്ലാൻ ചെയ്ത് ഇളയ പയ്യനെ കൊന്നുകളഞ്ഞു. അടുത്ത ദിവസം ആ പയ്യന്റെ ഡെഡ് ബോഡി ആ നാട്ടിലുണ്ടായിരുന്ന ഒരു പുഴയിൽ പൊങ്ങുകയാണ്. കേസ് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും എത്തുന്നു. എന്നാൽ രാംചരനാണെങ്കിൽ കാശ് കൊടുത്ത് ആ ഒരു കേസൊക്കെ ഒഴിവാക്കി തീർക്കുകയാണ് ചെയ്യുന്നതും. ആ പയ്യൻ മരിച്ച വിവരമറിഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ ഒരുപാട് കരയുകയാണ്. മാത്രമല്ല, അവളാണെങ്കിൽ അവളുടെ അച്ഛനൊരു ലെറ്റർ എഴുതി. ഇവിടെ ആ 5 മക്കൾക്ക് വേണ്ടിയിട്ടാണ് തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. എന്നാൽ അമ്മായി അച്ഛനും തന്നെ റേപ്പ് ചെയ്യുകയാണെന്നാണ് അച്ഛൻ ലെറ്റർ എഴുതിയതും. ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെ ഏൽപ്പിച്ചു വിടുകയും ചെയ്യുന്നു. ലെറ്റർ കിട്ടിയതും പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ രാംചരനെ കാണുവാനായി എത്തും. എന്നാൽ പെൺകുട്ടി കരുതിയത് അവളെ അച്ഛൻ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുമെന്ന്, അവളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുമെന്ന്. സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അച്ഛൻ പറയുന്നത്, നിങ്ങളുടെ 5 മക്കൾക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ തന്നല്ലേ എന്റെ മകളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ഇവിടെ ആറാമതൊരാളും അവളെ ഉപയോഗിക്കുന്നു എന്നത് ഞാൻ അറിഞ്ഞു. ആറാമത്തെ ആളിന്റെ കൂടി കാശ് എനിക്ക് തരണമെന്നുമായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞതും.
അങ്ങനെ രാംചരൺ ആണെങ്കിൽ 1 ലക്ഷം രൂപ കൂടി പെൺകുട്ടിയുടെ അച്ഛന് കൊടുക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഈ വിവരമെല്ലാം അവൾ കാരണമാണ് അറിഞ്ഞതെന്ന് മനസ്സിലാക്കി രാംചരന്റെ 4 മക്കളും വന്നിട്ട് പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. പിന്നീടുള്ള രാത്രികളിലെല്ലാം ആ പെൺകുട്ടിക്ക് ഇവരിൽ നിന്നും ക്രൂര പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നതും അവൾ അവിടെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ ജോലി ചെയ്യുന്ന പയ്യനടുത്തിരുന്ന് കരയുകയാണ്. എനിക്കിവിടെ ജീവിച്ചു മടുത്തു. എനിക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം. നിനക്കെന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ആ പയ്യനോട് ചോദിക്കും. അടുത്ത ദിവസം ആ പയ്യനാണെങ്കിൽ ഈ പെൺകുട്ടിയും കൊണ്ട് എങ്ങോട്ടോ ഓടിപ്പോവുകയാണ്. രാംചരന്റെ 4 മക്കളും ആ പെൺകുട്ടി ഇറങ്ങിപ്പോയ കാര്യം അറിയുകയും അവരാണെങ്കിൽ അവളെ കണ്ടുപിടിക്കുവാനായും പോകുന്നു. ഒരു ഘട്ടത്തിൽ രണ്ടുപേരെയും കണ്ടുപിടിക്കുകയും പെൺകുട്ടിയുടെ മുന്നിലിട്ട് അവളെ രക്ഷപ്പെടുവാനായി സഹായിച്ച ആ ചെറിയ പയ്യനെ കൊല്ലുകയും ചെയ്തു. അതോടുകൂടി അവൾ ആകെ തകർന്നു പോവുകയാണ്. അവളെ അവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവരുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് ചങ്ങലയിട്ട് കെട്ടിയിടുകയും ചെയ്തു. അവൾക്കാണെങ്കിൽ അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പയ്യനാണെങ്കിൽ ആ നാട്ടിലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജാതിക്കാരാണെങ്കിൽ പ്രശ്നമുണ്ടാക്കുവാനായും തീരുമാനിക്കും. അതിലുള്ള 2 പേരാണെങ്കിൽ ആരും അറിയാതെ രാത്രിക്ക് രാത്രി രാംചരന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവർ തൊഴുത്തുവഴിയാണ് കയറി പോകുന്നതും രാംചരന്റെ മക്കളെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നതും. എന്നാൽ തൊഴുത്തിലേക്ക് വന്ന സമയത്താണ് അവിടെ ആ പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് അവർ 2 പേരും കാണുന്നത്. 2 പേരിൽ ഒരാളാണെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടിട്ട് എത്ര നാളായി, ഇപ്പോഴല്ലേ ഒരു പെണ്ണിനെ കാണുന്നതെന്ന് പറഞ്ഞ് അതിലൊരുവനാണെങ്കിലോ ചങ്ങലയിട്ട് കെട്ടിയിട്ടിരുന്ന ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ആ പയ്യൻ മരണപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അടുത്തൊരു പയ്യനെ ജോലിക്ക് വെച്ചു. ആ പയ്യനാണെങ്കിൽ ഈ കെട്ടിയിട്ടിരിക്കുന്ന പെൺകുട്ടിയുടെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കും. അവൾക്ക് ആഹാരവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവളുടെ കാര്യമൊക്കെ അവൻ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൾ പ്രഗ്നന്റ് ആവുകയാണ്. പക്ഷേ അവൾ പ്രഗ്നന്റ് ആണെന്ന് പോലും നോക്കാതെ രാംചരന്റെ 4 മക്കളും ആ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും അബ്യൂസ് ചെയ്യുകയാണ്. പക്ഷേ അവളുടെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദി എന്ന ചർച്ചയുണ്ടായി. 4 മക്കളും തങ്ങളാണെന്ന് പറയുന്നു. എന്നാൽ രാംചരൺ ആണെങ്കിലോ താനല്ലേ ആദ്യമായിട്ട് അവളുടെ അടുത്ത് പോയത്, അപ്പോൾ അത് തന്റെ കുട്ടിയാണെന്ന് പറയും. അതേ ചൊല്ലി ചെറിയ തർക്കമുണ്ടാവുകയാണ്. എന്നാൽ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയ കാര്യം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ പയ്യന്റെ ആളുകളും അറിയുന്നു. അതിലൊരുത്തൻ അന്നവളെ അബ്യൂസ് ചെയ്തല്ലോ, ആ പെൺകുട്ടിയെ തനിക്ക് വിട്ടുതരണമെന്നും അവളുടെ വയറ്റിൽ കിടക്കുന്നത് തന്റെ കുഞ്ഞാണെന്നും ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾ പറയുന്നു. അത് കേട്ടതും ദേഷ്യം വന്ന രാംചരൺ അകത്തു നിന്നും തോക്കെടുത്തുകൊണ്ടുവരും. രാംചരണും തന്റെ 4 മക്കളും ചേർന്ന് ഇവരെയൊക്കെ വിരട്ടി അവിടെ നിന്ന് ഓടിക്കുന്നു. അവസാനം അത് വലിയ ജാതി പ്രശ്നമായി മാറി. 2 ജാതിക്കാരും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. മേൽജാതിയും കീഴ്ജാതിയും തമ്മിലുള്ള തമ്മിത്തല്ലാണ് നടക്കുന്നതും. എന്നാൽ ഇതിനിടയിൽ വെച്ച് ആ പെൺകുട്ടിക്ക് പ്രസവ വേദന വരികയാണ്. എന്നാൽ അവളുടെ മുന്നിലേക്ക് വന്ന രാംചരണാണെങ്കിൽ അവളുടെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുകയും അവളെ തീ കൊളുത്തുവാനായും തുടങ്ങുന്നു. അതേസമയമായിരുന്നു അവിടെ ജോലിക്ക് നിൽക്കുന്ന പയ്യൻ അവിടേക്ക് വന്നതും ഒരു കത്തി കൊണ്ട് രാംചരനെ കുത്തി കൊലപ്പെടുത്തുന്നതും. എന്നാൽ അവിടെ ജാതി പ്രക്ഷോഭം നടക്കുകയല്ലേ, അതിനിടയിൽ രാംചരന്റെ 4 മക്കളും കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. പെൺകുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ പയ്യനും. ആ പെൺകുട്ടിക്കും ഒരുപാട് സന്തോഷമാകുന്നു. അതോടുകൂടി ആ ഒരു കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.